95ാം വാർഷികമാണ്. നമ്മുടെ സ്കൂൾ സ്ഥാപിതമായത് 1920-ലാണ്. ഈ 105ാം വാർഷികം അവിസ്മരണീയമാക്കാൻ ഇവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശശിയേട്ടൻ എത്തിയിട്ടുണ്ട്. ശശിയേട്ടനെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2 പരിപാടികളാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നമുക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് ഒരു പാർക്ക് കുട്ടികൾക്ക് വേണ്ടി, പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി ഒരു പാർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. ഈ 105ാം വാർഷികത്തിന്റെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി എന്ന് തന്നെ പറയാം. ഈ പാർക്ക് ഇന്ന് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് സമർപ്പിക്കുകയാണ്. അത് സമർപ്പിച്ചത് നമ്മുടെ പ്രസിഡന്റ്, താന്യം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ശുഭ സുരേഷാണ്. ശുഭേച്ചിയെ ഏറെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം അധ്യക്ഷനായി നമ്മുടെ താന്യം പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് OS അഷറഫുക്ക വന്നിട്ടുണ്ട്. ഇക്കയെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ മാത്രമല്ല, നമ്മുടെ ഒരു വാർഡ് മെമ്പർ, നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന വാർഡിന്റെ മെമ്പർ കൂടിയാണ് ശ്രീമതി ഷീജ സദാനന്ദൻ. നമ്മുടെ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും അന്വേഷിച്ച് എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പം നിന്ന് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി കൂടെ നിൽക്കുന്ന ഷീജേച്ചിയെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ BPC, നമ്മുടെ അന്തിക്കാട് BRCയുടെ BPC ഡോക്ടർ ഉമാദേവി ടീച്ചർ എത്തിച്ചേർന്നിട്ടുണ്ട്. SSK എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനമാണ് SSK എന്ന് പറയുന്നത്. SSKയുടെ നമ്മുടെ അന്തിക്കാട് ബ്ലോക്കിലെ ചുമതല വഹിക്കുന്ന BPC ഉമ ടീച്ചറെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ മെമ്പർമാര്, താന്യം പഞ്ചായത്തിലെ മെമ്പർമാർ, നിങ്ങൾക്കറിയാം നമ്മുടെ സ്കൂള് എന്ന് പറയുന്നത് ഗവൺമെന്റ് LP സ്കൂള് താന്യം പഞ്ചായത്തിന്റെ കീഴിലാണ്, ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലാണ്. അപ്പൊ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങൾ നേരിട്ട് നടത്തി തരുന്നത് പഞ്ചായത്താണ്. അപ്പൊ പഞ്ചായത്തിന്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ തന്നെ മെമ്പർമാർക്ക് നമ്മുടെ വിദ്യാലയത്തിൽ വളരെ വലിയൊരു പ്രാധാന്യമാണ് ഉള്ളത്. നമ്മുടെ 5ാം വാർഡ് മെമ്പർ ആൻഡ്രോ തുറയൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈനി ബാലകൃഷ്ണൻ എന്നിവരെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ സ്വാമികൾ, നമുക്കറിയാം നമ്മുടെ സ്കൂള് അമ്പല സ്കൂൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എപ്പോഴും നമ്മുടെ അമ്പലത്തിന്റെ ശ്രീ സോമശേഖര ക്ഷേത്രത്തിന്റെ ഒരു താങ്ങും തണലും നമ്മുടെ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. സ്വാമികളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പൂർവ്വ അധ്യാപികയായ ഓമന ടീച്ചർ, നമ്മുടെ PTA അമ്മമാര്, അച്ഛന്മാര്, പേരൻസ്, കുട്ടികള് എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ പരിപാടികളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വികസന സമിതി ചെയർമാനായിട്ടുള്ള നമ്മുടെ സുധീരൻ മാഷ്, നമുക്ക് എല്ലാ പരിപാടിയിലും നമ്മുടെ കൂടെ നിൽക്കുന്നതാണ് സുധീരൻ മാഷ്. മാഷയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി വൈസ് പ്രസിഡന്റ് അഷറഫുക്കയെ ക്ഷണിക്കുന്നു. ഇന്നിവിടെ 2 ഫംഗ്ഷനാണ് നടക്കുന്നത്. ഒന്ന്, താന്യം ഗ്രാമപഞ്ചായത്ത് 6,70,000 രൂപ ചെലവ് ചെയ്ത് കുട്ടികളുടെ പാർക്ക്. 2, ഇവിടുത്തെ 105ാം വാർഷിക ആനുവൽ. താന്യം ഗ്രാമപഞ്ചായത്ത് പണം ചെയ്ത പാർക്ക്
നമ്മുടെ ആരാധ്യയായ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ 105ാം ആനുവൽ ഡേ പ്രിയങ്കരനായ ശശിയേട്ടൻ ഉദ്ഘാടനം ചെയ്യും. 2 പരിപാടികൾ. താനും ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എടുത്തു പറയാവുന്ന നിരവധി കാര്യങ്ങൾ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം വെച്ച് നടപ്പിലാക്കിക്കൊണ്ടുവരികയാണ്. ഈ പദ്ധതി 2022-23 സാമ്പത്തിക വർഷത്തിൽ പാസ്സായതാണ്. സ്പിൽ ഓവർ പദ്ധതിയാണ്, ഇപ്പോഴാണ് പൂർത്തിയാകുന്നത്. അങ്ങനെ നിരവധി പദ്ധതികൾ അങ്ങനെയുണ്ട്. നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉള്ളത്, പഞ്ചായത്തിന് അതിൽ എന്തെല്ലാം കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ശരിയായൊരു മാർഗനിർദ്ദേശത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നത്. മാലിന്യ പ്രശ്നത്തിനായാലും ഏത് കാര്യത്തിലായാലും പഞ്ചായത്ത് ആ നിലപാട് സ്വീകരിക്കുകയാണ്. 2 പരിപാടിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ 105ാം വാർഷികത്തിൽ കുട്ടികളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭചേച്ചിയെ ക്ഷണിക്കുന്നു. നമ്മുടെ സ്കൂളിന്റെ 105ാം വാർഷികവും അതുപോലെ തന്നെ നമ്മൾക്ക് വർണ്ണ കൂടാരം എന്ന കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു കൂടാരം തന്നെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. പല കാര്യങ്ങളും അവിടെ കണ്ടു അല്ലെ. കുട്ടികൾക്ക് കളിക്കാനുള്ള വീടുകൾ കണ്ടു, മുയല്, ആമ, മാൻ, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ളത്. അപ്പൊ അതിലെല്ലാം കുട്ടികള് കാലത്ത് തന്നെ വന്ന് എല്ലാ കുട്ടികളും അതിലൊരു പ്രാവശ്യമൊക്കെ ഒന്ന് കയറി ഇറങ്ങി ഉഷാറായിട്ട് വേണം ക്ലാസ്സിൽ കയറാനായിട്ട്. നമ്മുടെ കുട്ടികളെ വളർത്തി കലാപരമായും കായികപരമായും കാർഷികപരമായും എല്ലാം വളർത്തിക്കൊണ്ടുവരുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ പഞ്ചായത്തും അതുപോലെ തന്നെ ടീച്ചർമാരും സ്കൂളുകളും രക്ഷാകർത്താക്കൾ എല്ലാവരും കൂടി എന്തെല്ലാം കാര്യങ്ങളാണ് തങ്ങളുടെ സ്കൂളിലേക്ക് വേണ്ടതെന്ന് നിശ്ചയിക്കുകയും അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ നമ്മൾ പഞ്ചായത്തിലായാലും സ്കൂളുകളിലായാലും ചെയ്തു വരുന്നത്. അധികം വലിയ വർത്തമാനത്തിന് മുതിരുന്നില്ല. ഭയങ്കര ചൂടായിട്ട് ഇവിടെ സ്റ്റേജിൽ തന്നെ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാവരും നല്ല ചന്തത്തില് ഡ്രസ്സൊക്കെ അണിഞ്ഞ് വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ആ കളി കാണാനുള്ള ഇഷ്ടത്തിൽ വലിയ പ്രസംഗത്തിനൊന്നും അത് കാരണം മുതിരുന്നില്ല. ഇന്നത്തെ ഈ 105ാം വാർഷികത്തിനും അതുപോലെ തന്നെ വർണ്ണക്കൂടാരത്തിനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നതിന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ ശശിധരൻ അവരുടെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരാളുടെ കൈവച്ച് മോഡൽ LP സ്കൂൾ പെരിങ്ങോട്ടുകര 105ാം വാർഷികവും അധ്യാപക രക്ഷാകർത്ത ദിനം എൻഡോവ്മെൻറ്റ് വിതരണവുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ വാർഷികാഘോഷ പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്തത് റിപ്പോർട്ട് അവതരണമാണ്. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയ വിവിധ പദ്ധതികളുടെ പ്രവർത്തനങ്ങളുടെ ഒരു വിശദമായ റിപ്പോർട്ട് ഷൈജി ടീച്ചർ അവതരിപ്പിക്കും. 24-25 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സദസ്യരെ, താന്യം ഗ്രാമപഞ്ചായത്ത് പെരിങ്ങോട്ടുകര ഗവൺമെന്റ് മോഡൽ LP സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തിലെ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ അറിവിലേക്കായി അവതരിപ്പിക്കട്ടെ. പ്രൈമറി കുട്ടികൾക്ക് വേണ്ടി സ്കൂളിന് മുൻഭാഗത്ത് പാർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതോടൊപ്പം ഓഫീസ് ടേബിൾ, 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ബെഞ്ചുകൾ, ഡെസ്കുകൾ, ഡെസ്ക് ടോപ്പ്, പ്രിന്റർ എന്നിവയും വാങ്ങാൻ കഴിഞ്ഞു. ശ്രീ ഉണ്ണിരാജൻ തൊപ്പിൽ പ്രവേശനോത്സവത്തിന്റെ ചിലവിലേക്കായി എല്ലാ വർഷവും 3000 രൂപ നൽകിക്കൊണ്ട് നമ്മളോട് സഹകരിക്കുന്നു.
വാർഷികാഘോഷ ദിനത്തിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും രക്ഷിതാക്കൾക്ക് ലഘുഭക്ഷണം നൽകി വരുന്ന സോമശേഖര ക്ഷേത്ര ഭാരവാഹികളെ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കുള്ള ട്രോഫികൾ സ്പോൺസർ ചെയ്ത് 1992-96 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളോട് സഹകരിക്കുന്നു. പ്രീ പ്രൈമറിയിലെ 1ാം സ്ഥാനക്കാരായ കുട്ടികൾക്ക് മുൻ പ്രധാന അധ്യാപിക TP രാധ ടീച്ചർ ട്രോഫികൾ നൽകിയതും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ അധ്യയന വർഷത്തെ സ്കൂളിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത്, PTA, MPTA, SSG, SMC, നല്ലവരായ നാട്ടുകാർ, വിവിധ ക്ലബ്ബുകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ സ്നേഹവും കടപ്പാടും അറിയിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. തുടർന്നും ഒറ്റക്കെട്ടായ ആസൂത്രണത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമ്മുടെ കുഞ്ഞുമക്കളിലുള്ള കഴിവുകൾ കണ്ടെത്താനും വളർത്തിയെടുക്കാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പ്രവർത്തന റിപ്പോർട്ട് എല്ലാവരുടെയും അംഗീകാരത്തിനായി സദയം സമർപ്പിക്കുന്നു എന്ന് PTA കമ്മിറ്റിക്ക് വേണ്ടി കൺവീനർ ശ്രീമദ് ദിവ്യാനന്ദ ഗിരി സ്വാമികളെ അനുഗ്രഹ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. അഖിലാണ്ട മണ്ഡല മണിച്ചുരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളേലും സ്ഫുരണമായി മിന്നും പരമപ്രകാശമേ ശരണം നീ നിത്യം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള കുട്ടികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുദേവന്റെ ഷഷ്ടിപൂർത്തിയോടനുബന്ധിച്ച് ഇവിടെ ഒരു വലിയ പന്തലിട്ട് ഷഷ്ടിപൂർത്തി ആഘോഷിച്ചതായിട്ട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷഷ്ടിപൂർത്തി ആഘോഷം നടക്കുന്ന ഏകദേശം 1915 കാലഘട്ടത്തിലാണ്. അപ്പൊ സ്കൂള് ഇവിടെ തുടങ്ങുന്നത് 1920 എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ ഷഷ്ടിപൂർത്തി ആഘോഷത്തിന് കിട്ടിയ പന്തലിലാണ് സ്കൂളിൽ ആദ്യമായിട്ട് സ്കൂൾ തുടങ്ങിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ സോമശേഖര ക്ഷേത്രം ആരംഭിക്കുന്നതിന് മുമ്പ് 1905 ഈ ആശ്രമം ഇവിടെ സ്ഥാപിതമാകുന്നത്. ഈ ആശ്രമത്തോടനുബന്ധിച്ച് തന്നെ ഗുരുദേവന്റെ 1ാമത്തെ ശിഷ്യനായ ശിവലിംഗദാസ് സ്വാമി ഒരു സംസ്കൃത സ്കൂള് ആരംഭിച്ചതായിട്ട് പറയപ്പെടുന്നു.